Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള നേന്ത്രപ്പഴം തേങ്ങയും ഒക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പഴത്തിന്റെ ഉള്ളിലൊക്കെ ഒരു കൂട്ടൊക്കെ നിറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കശുവണ്ടി അതുപോലെ തന്നെ പിസ്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി കശുവണ്ടി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കൂടുതലൊക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിത് വറുത്ത് കോരുന്നില്ല. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം ഇവിടെ ഇപ്പം തൽക്കാലത്തേക്ക് വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചു മാത്രം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് കൂട്ടത്തിൽ ഞാൻ 2 ഏലക്കയുടെ കുരു ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സാധാരണ തൊലിയോട് കൂടെയാണ് ഇട്ട് കൊടുക്കാറ്. പക്ഷെ നമ്മുടെ മുന്നേ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് പറയാറുണ്ട് ഒരിക്കലും തൊലി ചേർത്ത് കൊടുക്കരുത്, വിഷമൊക്കെ അടിച്ചു വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തൊലി ചേർക്കുന്നില്ല. ഇതിൻ്റെ 2 കുരുകൾ മാത്രം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന പഴത്തിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പഴത്തിനും മധുരമുണ്ട്, കൂടുതലും പഞ്ചസാരയും ആയി കഴിഞ്ഞാൽ അത് നമ്മൾ മടുത്തു പോകും. അപ്പം അതുകൊണ്ട് അതൊക്കെ അനുസരിച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് ഇതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. അത് ഇപ്പം നമ്മുടെ നിങ്ങൾക്ക് ഞാൻ ഇതിനകത്തോട്ട് ഇനി മുട്ട ചേർക്കുന്നുണ്ട്. അതാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പഴത്തിനകത്ത്. പക്ഷേ മുട്ടയും കൂടെ ചേരുമ്പോഴാണ് ഇതിനൊരു എക്സ്ട്രാ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു തവണ കഴിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം ഇനി ചെയ്യാനുള്ളത് ഈ മുട്ടയൊക്കെ നന്നായിട്ട് മുട്ടയും തേങ്ങയും ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി ഭയങ്കര നനഞ്ഞൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നും. ഇനി പതുക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം കാണുന്ന ക്വാണ്ടിറ്റിനേക്കാളും ഇച്ചിരി കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഇത് നന്നായി ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ മൈദയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു ചെറിയൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 നുള്ള് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം ഞാനത് കാണിക്കാം. ഇപ്പോൾ ഇതെന്തായാലും ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 നുള്ള്, കൂടുതലാവരുത്, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് 2 നുള്ള് ജീരകത്തിൻ്റെ പൊടി. ഈ ജീരകം നല്ല ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒത്തിരി നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും, പഴംപോളി എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള കോട്ടിങ്ങിനേക്കാളും ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് ആണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് ഈ ഒരു സ്നാക്കിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ബാറ്റർ കൊണ്ടുവരാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് നമ്മുടെ ബാറ്ററിന് വേണം കേട്ടോ. അപ്പോൾ ബാറ്റർ ഇവിടെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി പഴുത്ത് ഉടഞ്ഞ പഴം, അതായത് പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്. ഒരു മീഡിയം ആയിട്ടുള്ള പഴം എടുത്താലാണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം പഴമൊക്കെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ നടുവേ ഒന്ന് മുറിക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് മുറിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് മുറിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തൊലിയോട് കൂടെ തന്നെ മുറിച്ചെടുത്തിട്ട് പിന്നെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാം.
ചെയ്യാം കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഈസി ആയിട്ട് വരുന്ന അതനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കത്തി എടുക്കുക. എന്നിട്ട് കത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുവേ, ഇതിന് ഈ ഒരു റെസിപ്പിന് പഴം നിറച്ചതെന്നാണ് പറയുക. പഴം നിറച്ചത്, പള്ള നിറച്ചത് എന്നൊക്കെ പറയും. ഇതൊരു മലബാർ ഡിഷാണ് കേട്ടോ. അവരൊക്കെ ഈ ഒരു സ്നാക്കായിട്ട് പ്രത്യേകിച്ച് ഈ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ അധികം ഒരു മലബാർക്കാരുടെ ഭക്ഷണം ആയതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് അത് എത്രമാത്രം എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കത്തി വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അറ്റത്ത് മുറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് നടുവേ പിളർത്തി എടുക്കൊന്നും വേണ്ട. ഈ ഒരു നടുഭാഗം മാത്രം ഇതുപോലെ ഒന്നൊരു പോക്കറ്റ് പോലെ എടുക്കാണ് വേണ്ടത്. എന്നിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് അതൊന്ന് അകത്തി കൊടുക്കുക. അകത്തി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതിരിക്കാനും അല്ലെങ്കിൽ അത് പിളർന്നു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് നമ്മൾ കുത്തി നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കൈ വെച്ച് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് കൈയിലേക്ക് തന്നെ പോവാണ് കേട്ടോ. കൈ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കണ്ടോ, നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കും തോറും നമുക്ക് കൂടുതൽ ഫില്ലിങ്സ് ഇതിനകത്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ കുറച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള 2 പഴം കൂടെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 പഴവും ഇതുപോലെ വയറൊക്കെ നിറച്ച് പള്ളയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാനിനകത്തോട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ നെയ്യിൽ കഴിക്കാൻ, നെയ്യിലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത്രയും നെയ്യ് വേണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനൊരു ഫില്ലിങ്, എണ്ണ അവിടെ ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, മൈദയുടെ പേസ്റ്റ്, അത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീല് പോലെ, അതായത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് നമ്മൾ വറക്കുന്ന സമയത്ത് എണ്ണയിലോട്ട് വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാനും ഒരു സീല് പോലെ വരാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ മുറിച്ച ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് ആ ഒരു പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പതുക്കെ സമയം എടുത്തിട്ടാണ് ഇത് എന്താ പറയുക ഒന്ന് വെന്ത് വരേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറമേയൊക്കെ നല്ല ഭംഗിയിൽ വരും, അകമൊന്നും ഒട്ടും വേവില്ല. പഴമാണ് എങ്കിൽ പോലും നമുക്കത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള 2 പഴം കൂടെ ഇതുപോലെ ഒന്ന് നടുവിൽ അതിൻ്റെ ഒരു പേസ്റ്റൊക്കെ ഒന്ന് നിറച്ച് ഒരു കോട്ടിങ് കൊടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു നിറമൊക്കെ മൊത്തം ഇതിൻ്റെ നിറമെല്ലാം മാറും, നല്ലൊരു മഞ്ഞ കളറായിട്ട് വരും കേട്ടോ. അതുവരെ നമുക്ക് മഞ്ഞ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിൻ്റെ ഷെയ്ഡോട് കൂടെ വരും. അതുവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത് തന്നെ ഉണ്ടാവണം. എന്നിട്ട് എങ്ങനെ ഫുൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താലാണ് ഇതിൻ്റെ ആ ഒരു 4 ഭാഗവും നമുക്ക് ആ ഒരു മഞ്ഞ കളറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്നാക്ക് നോക്കിക്കേ, നല്ലൊരു അടിപൊളി കളറിലല്ല വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കളർ തന്നെ ഒരു ഭംഗിയാണ് കാണാനും, ഇത് നമുക്ക് കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു കളറല്ലേ. അപ്പം ഇനി ചെയ്യാനുള്ളത് നമുക്കിതൊന്ന് വറുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 പഴവും ഇതുപോലെ നിറച്ചത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി കണ്ടോ, കാണാനൊക്കെ സൂപ്പർ അല്ലേ. അപ്പോൾ അതിനേക്കാൾ ഏറെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും, വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുവേ നിന്ന് മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇച്ചിരി ചൂടോടുകൂടെ കഴിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്വാദ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ആ മൈദയുടെ ആ ഒരു കോട്ടിങ് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. കാരണം ഇത് ഒത്തിരി കോട്ടിങ് ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മളത് വളരെ കുറച്ച് കോട്ടിങ് ആയതുകൊണ്ടും ബാക്കിയെല്ലാം പഴവും തേങ്ങയുടെ ഫില്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്ങിൽ ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെക്കുമ്പോഴത്തേക്കും അത് ഊർന്നു പോകുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ സൈഡിൽ സെർവ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്ലേറ്റിൽ വെക്കുവാണെങ്കിലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് സജഷനാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി ഞാൻ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തലേദിവസം എടുത്തിട്ടുള്ള ഒരു പഴത്തിൻ്റെ പകുതിയും കൂടെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതും കൂടെ ഒരു ഡിഷായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പഴം ഇതാണ് കേട്ടോ. ഇത് തലേദിവസം മോൾക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന നേന്ത്രപ്പഴമായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കാൻ വയ്യ. എന്നാൽ ഇങ്ങനെ ഒരു പഴം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തുമില്ല. അപ്പോൾ ചെയ്യുന്ന ഒരു സൂത്രമാണ്. നമുക്ക് ഇത് ആദ്യം ആ നെയ്യിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയിൽ ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ സാധാരണ അവല് നനച്ചതൊക്കെ കഴിക്കാറില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു നേന്ത്രപ്പഴം, ഈ ഒരു ഫില്ലിങ്ങും. ഈ ഫില്ലിംഗ് തന്നെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ നെയ്യിൽ വറുത്തിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ആകുമ്പോൾ പറയും വേണ്ട. ഇപ്പം പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. കൂട്ടത്തിൽ ഇതിൻ്റെ മേലെ ഒരു കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ കുറച്ച് ഒരു മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്കോ ഒന്ന് ഒഴിച്ചു കൊടുത്താലും കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ 2 റെസിപ്പീസും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.